ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ നാക്കിന്റെ കളർ വെച്ചിട്ട് പല രോഗങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനായി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള നോർമൽ നാക്കിന്റെ കളർ എന്താണെന്ന്. ലൈറ്റ് പിങ്ക്, സ്ലൈറ്റ് മോയ്സ്ചർ ഉള്ള നാക്കാണ് നോർമൽ ഹെൽത്തി ആയിട്ടുള്ള നാക്കെന്ന് പറയുന്നത്. എന്നാൽ വൈറ്റ് കോട്ടഡ് ആയിട്ടുള്ള നാക്കാണ് കാണുന്നെങ്കിൽ നമുക്ക് എന്തോ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട്, ഡീഹൈഡ്രേഷൻ ഒരു കാരണമാകാം. അതുപോലെ നമ്മൾ പ്രോപ്പർലി ഓറൽ ഹൈജീൻ ചെയ്തില്ലെങ്കിലും വൈറ്റ് കോട്ടഡ് ആയിട്ടുള്ള ടങ് കാണാൻ പറ്റും. എന്നാൽ റെഡ് കളർ ടങ് ആണെങ്കിൽ, തിളങ്ങുന്ന ചുമപ്പ് നിറമുള്ള ടങ് ആണെങ്കിൽ നമുക്ക് ഫീവറോ എന്തെങ്കിലും വൈറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഈ ചുമന്ന നിറമുള്ള ടങ് കാണാം. അതുപോലെ തന്നെ വിറ്റാമിൻ ബി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും റെഡ് കളർ ടങ് കാണാൻ പറ്റും. എന്നാൽ നമ്മുടെ നാക്കിന്റെ കളർ യെല്ലോ കളർ ആണെങ്കിൽ നമുക്ക് എന്തോ സ്റ്റൊമക്കിന് ഇഷ്യൂസ് ഉണ്ട്, പ്രോപ്പർലി ഡൈജഷൻ നടക്കുന്നില്ല, ആസിഡിറ്റി, വയറ് ചൂടാകുക, അതുപോലെ ജോണ്ടിസ് ഉണ്ടെങ്കിലും യെല്ലോ കളർ ടങ് കാണുന്നത്. അതുപോലെ നമ്മുടെ നാക്കിന്റെ കളർ ബ്ലൂ കളർ ആണെങ്കിൽ നമുക്ക് എന്തോ റെസ്പിറേറ്ററി പ്രോബ്ലം ഉണ്ട്, സൈനോസിസ് അതൊരു കാരണമാകാം. ഇങ്ങനെയുള്ള വ്യക്തികളിൽ ബ്ലൂ കളർ ടങ് കാണാൻ പറ്റും. എന്നാൽ നമ്മുടെ നാക്കിന്റെ കളർ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ ആണെങ്കിൽ നമുക്ക് പുകവലിക്കുന്ന ആൾക്കാരിൽ ഇങ്ങനെയുള്ള കളറുള്ള ടങ് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും ആന്റിബയോട്ടിക് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രോപ്പർ ഓറൽ ഹൈജീൻ ഇല്ലെങ്കിലും ഈ ബ്ലാക്ക് കളർ ടങ് കാണാൻ പറ്റും. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനമായെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പം നിങ്ങളുടെയൊക്കെ നാക്കിന് കളർ എന്താണെന്ന് പോയി ഒന്ന് നോക്കിക്കേ. കണ്ണാടി പോയി പെട്ടെന്ന് നോക്കുക കേട്ടോ. പ്രോപ്പറായിട്ട് ഓറൽ ഹൈജീൻ ചെയ്യുകയാണെങ്കിൽ, രാവിലെയും വൈകുന്നേരവും പല്ല് തേക്കുകയാണെങ്കിൽ, ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ പല രോഗങ്ങളും നമുക്ക് വരുന്നത് ഒഴിവാക്കാൻ പറ്റും. അപ്പം ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് ആൻസി ഷിബു.